ഹായ് നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ടു ദ വീഡിയോ. VM വിനു സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ഹീറോ മറ്റാരുമല്ല, ഇപ്പോഴത്തെ റോസ്റ്റർമാരുടെ കണ്ണിലുണ്ണി, മലയാള സിനിമയുടെ സ്വന്തം മോഹൻലാൽ. സിനിമയുടെ സീൻസിലോട്ട് വരുവാണെങ്കിൽ ഹൈ, ഇതെന്താ സ്കൂള് കിട്ടാ? ഇതെന്താ വിനു സാർ ഇങ്ങനെ? കാരണം എന്താ വെച്ചാൽ മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഈ ഭൂമിയിൽ നിന്ന് 4 അടി 5 അടി മുകളിൽ കയറി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ അമാനുഷികമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 4-5 അടി ഉയരം വിത്ത് സൂപ്പർ ഹ്യൂമൻ പവർ എന്നൊക്കെ പറഞ്ഞ ഇത് ഫോട്ടോ എമിഷൻ തിയറി. അതായത് ഈ ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് എത്താൻ ഒരു ഇലക്ട്രോണിന് പോലും കുറെ എനർജി കളയേണ്ടി വരും. അപ്പൊ ഇതിനായിരുന്നു അല്ലേ സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങേരെ നാടുമൊത്തം ഓട്ടിച്ചതും ആവശ്യമില്ലാത്ത ഫൈറ്റ് സീൻസ് ഒക്കെ വെച്ചതും. ഞാൻ കാര്യമായിട്ടും അറിയാം, ശരിക്കും ഈ സീൻസിനൊന്നും സിനിമയുടെ കഥയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞാലും അതിനൊരു പരിധി വേണ്ടേ? ഇത് മറ്റേത് തന്നെയാ, എനർജി കളയല്. വെറുതെ അല്ല യൂട്യൂബേഴ്സ് ഇത്ര കാലം പറഞ്ഞിട്ട് ഇങ്ങേര് കേൾക്കാതിരുന്നത്. യൂട്യൂബേഴ്സിന് അറിയോ ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കഷ്ടപ്പാട്? ജോക്സ് അപ്പാർട്ട്, ബാലേട്ടൻ എന്ന സിനിമയുടെ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ, ഒരച്ഛന്റെ അവിഹിതവും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സൽപ്പേര് നിലനിർത്താൻ മകൻ ഇടുന്ന എഫേർട്സും, ഇതാണ് സിനിമയുടെ വൺ ലൈനർ. പക്ഷെ ഇത് കാണാൻ ഇതിന്റെ 200 ദിവസം. പിന്നെ എങ്ങനെ പടം ഹിറ്റായി? ഈ പറഞ്ഞ പോലെ 200 ദിവസം തിയേറ്ററിൽ ഓടണമെങ്കിൽ അതിലെന്തേലും ഉണ്ടാവില്ലേ? നമുക്കൊന്ന് നോക്കാം. മൂവിയുടെ ഡയറക്ടർ ഇതിന്റെ ഹിറ്റ് ഫോർമുലേനെ ഒന്ന്, മോഹൻലാൽ എന്ന നടനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രസന്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഹ്യൂമർ ബേസ്ഡ് അല്ലെങ്കിൽ കുറെ കോമഡി മിക്സ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി സിനിമയാക്കിയത് എന്നാണ്. ഇത് തന്നെയാണോ ശരിക്കും ആ ട്രേഡ് സീക്രട്ട്? എന്റെ അഭിപ്രായത്തില് ഇതിന്റെ മെയിൻ തീം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിലും ഇമോഷണൽ ഡയലോഗ്സിലുമാണ്. സിനിമ കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ക്യാരക്ടർ ഫ്ലോസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ബാലേട്ടൻ. കിരീടം പോലെയുള്ള മൂവിയുടെ ക്യാരക്ടേഴ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്കൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് അതില്ല. തുടക്കം മുതൽ അവസാനം വരെയും ഇമോഷൻസിന്റെ പുറത്താണ് ബാലേട്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് ഒരുത്തൻ വന്ന് അനിയത്തിനെ കെട്ടണം എന്ന് പറയുന്നു, അവനെ തല്ലുന്നു. അച്ഛന്റെ PF വരുന്ന കണക്ക് കൂട്ടി കൂട്ടുകാരനെ സഹായിക്കുന്നു. ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞത് വിശ്വസിച്ച് വീട്ടിൽ വന്ന് അനിയത്തി പറയുന്നത് വിശ്വസിക്കാതെ അവളെ തല്ലുന്നു. സ്വന്തം വീട് പണയപ്പെടുത്തിയെടുത്ത 3 ലക്ഷം രൂപയും വകയിലെ അനിയത്തിയുടെ കല്യാണത്തിന് ചെലവാക്കി. കല്യാണം നടത്തരുതെന്നല്ല, ഇല്ലാത്ത പണം സ്വർണ്ണ ആക്കണോ? വീട് ബാലേട്ടന്റെ പേരിലല്ല. അപ്പം പണയപ്പെടുത്തുന്നതിന് മുമ്പ് അതും കൂടി നോക്കണ്ടേ? അതായത് ഇവിടെയുണ്ട് ഒരു അനിയത്തി, ഇവിടെയുണ്ട് പ്രാരാബ്ദങ്ങള്. ഈ ബാലേട്ടനെ പോലെയുള്ള ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്യാൻ വീട്ടുകാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡയറക്ടർ പറഞ്ഞ ഇതിലെ ഹ്യൂമർ, അതൊരു എവർഗ്രീൻ ഹ്യൂമർ ഒന്നും അല്ല. ഒരുപക്ഷെ അന്ന് അതൊരു ഫാക്ടർ ആയേക്കാം. പക്ഷെ ഇന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ അതിലെ ഇമോഷൻസ് ആണ് ഓർമ്മയിൽ നിൽക്കുന്നത്. അതായത് സ്വന്തം അച്ഛന്റെ അവിഹിതം, ആ ഒരു രഹസ്യം കീപ്പ് ചെയ്യുന്നത് എത്രത്തോളം ഡീപ്പാണ് എന്ന് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ആ ഇമോഷൻസിനൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് ഇതിലെ ഡയലോഗ്സ്. അല്ലെങ്കിൽ തനിക്ക് വേറൊരു ഭാര്യയും അതിൽ 2 മക്കളും ഉണ്ടെന്നൊക്കെ ആർക്കേലും ഇത്ര കാവ്യാത്മകമായി ഹൃദയ വിശാലത എന്ന വാക്കൊക്കെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുമോ? ഈവൻ ദോ ഹി ഈസ് ദ ആക്ച്വൽ ട്രബിൾ, വി ഫീൽ പിറ്റി ഫോർ ഹിം. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഓരോ പ്രേക്ഷകനെയും ഇതിലെ ബാലേട്ടൻ എന്ന കഥാപാത്രത്തിന്റെ മൈൻഡ് സെറ്റ് കൂടിയാണ് ഡയറക്ടർ കൊണ്ടുപോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അച്ഛന്റെ ഡൈയിങ് വിഷ് മകൻ കൊണ്ടു നടക്കുന്നതിന്റെ പ്രശ്നങ്ങൾ. ഈ ഒരു സീക്രട്ട് അതറിയാവുന്ന ആരെങ്കിലും ആ വീട്ടിൽ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. അതിനാണ് 1 മണിക്കൂർ. അതെന്തോ ആവട്ടെ, പ്രശ്നം അതല്ല. ബാലേട്ടന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്ന നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം ഓരോ പ്രേക്ഷകനും അറിയാം ഈ ഒരു സീക്രട്ട് ബാലേട്ടൻ പറയില്ലെന്നും. ഇതാണ് ഈ സിനിമയിലെ ഡയറക്ടർ ബ്രില്യൻസ്. പിന്നെ എന്റെ അഭിപ്രായത്തില് ഇത് മാത്രമാണ് ഈ സിനിമ ഹിറ്റ് ആവാൻ കാരണം. പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ, ഡയറക്ടറിന്റെ വിഷനിലുള്ള ബാലേട്ടൻ എന്ന ആ ഒരു ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷൻസും മോഹൻലാൽ എന്ന ആക്ടർ നല്ല വൃത്തിക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ഇതിലെ മിക്ക സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും അവരവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശരി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഫിലിം റീ റിലീസിന് വന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും?